ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രൂസിയയിലേക്ക് സ്വാഗതം. വിശുദ്ധ മർക്കോസ് ലേഖ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടിയിലും എൻ്റെ സുവിശേഷം പ്രസംഗിപ്പിൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മാമോദീസായിലൂടെ യേശുമിശിഹായെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷം. പരിശുദ്ധനായ പൗലോസ്ലീഹായെ നമുക്കറിയാം. ശൗൽ എന്ന മനുഷ്യൻ പൗലോസായി മാറി. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, എന്തെന്നാൽ അത് എൻ്റെ കടമയത്രേ. ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വമാണ് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. എന്നാൽ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഏറെ അവസരങ്ങൾ കിട്ടിയിട്ടും നാം അതിന് മുതിരുന്നില്ല. നമുക്കത് ലജ്ജയായി തോന്നുന്നു. പ്രത്യേകാൽ നമ്മളുടെ ജോലിസ്ഥലത്ത്, നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മളുടെ ബന്ധുക്കാരുടെയും ചാർച്ചക്കാരുടെയും ഇടയിൽ യേശുവിനെ പറ്റി സംസാരിക്കുവാൻ, യേശു നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാപ്രവർത്തനത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴും പലരും അതൊരു നാണക്കേടായി വിചാരിച്ച് മൗനം പാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരിലൂടെയും കർത്താവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ കാലുകളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മുടെ ചെവിയിലൂടെ, നമ്മൾ ഓരോ അവയവങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ആ കൽപ്പനയെ പാലിക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടിയിലും എൻ്റെ സുവിശേഷം പ്രഘോഷിപ്പിൻ. നമുക്ക് കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് തൻ്റെ സുവിശേഷത്തെ ലോകമെങ്ങും പ്രഘോഷിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.